നമസ്കാരം. 1996-ൽ ബ്യൂണസ് അയേഴ്സിൽ നടന്ന അപ്പത്തിന്റെ അത്ഭുതത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ തെളിവുകളുടെ ഒരു ദ്രുത അവലോകനത്തിലേക്ക് സ്വാഗതം. അതായത്, ദി ലിവിംഗ് ബ്രെഡ് ഓഫ് ബ്യൂണസ് അയേഴ്സ് എന്ന രേഖയിലൂടെ നമ്മൾ ഇന്ന് നോക്കുന്നത് ഉപേക്ഷിക്കപ്പെട്ട വെറുമൊരു സാധാരണ തിരുവോസ്തി അല്ലെങ്കിൽ അപ്പം എങ്ങനെ ആധുനിക ശാസ്ത്രത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഫൊറൻസിക് കണ്ടെത്തലുകളിലൊന്നായി മാറിയെന്നാണ്. ഒന്നാമതായി 1996-ൽ ബ്യൂണസ് അയേഴ്സിലെ സാന്താ മരിയ ഇടവകയിൽ വെള്ളത്തിൽ അലിയാൻ വെച്ച ഈ അപ്പത്തിൽ നിന്ന് പെട്ടെന്ന് രക്തം വരാൻ തുടങ്ങി. ഫാദർ റോബർട്ട് സ്പിറ്റ്സർ വ്യക്തമാക്കുന്നതുപോലെ അന്നിതൊരു വലിയ സംഭവമായിരുന്നു. അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഈ സാമ്പിൾ എന്താണെന്ന് വെളിപ്പെടുത്താതെ ന്യൂയോർക്കിലെ ലാബുകളിലേക്ക് പരിശോധനയ്ക്കായി രഹസ്യമായി അയച്ചു. ചിന്തിച്ചു നോക്കൂ, ഇതൊരപ്പമാണെന്ന് പോലും ലാബിൽ പറയാതിരിക്കുമ്പോൾ ശാസ്ത്രജ്ഞർക്ക് എന്തെങ്കിലും മുൻവിധിയുണ്ടാകാൻ ഒരു സാധ്യതയുമില്ലല്ലോ. ഇനി രണ്ടാമതായി, ലോകപ്രശസ്ത ഫൊറൻസിക് പാത്തോളജിസ്റ്റായ ഡോക്ടർ ഫ്രെഡറിക് സുഗിബെ ഈ സാമ്പിൾ വിശദമായി പരിശോധിച്ചു. ഇത് ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിന്റെ ഇടത് വെൻട്രിക്കിളിൽ നിന്നുള്ള ജീവനുള്ള മനുഷ്യ ഹൃദയകലകളാണെന്ന് അദ്ദേഹം യാതൊരു സംശയവുമില്ലാതെ കണ്ടെത്തി. ശരിക്കും ഒന്നാലോചിച്ചു നോക്കിക്കേ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനായ ഹൃദയത്തിന്റെ അതേ കലകൾ ഒരു സാധാരണ അപ്പത്തിലെങ്ങനെ വന്നു? അവസാനമായി, ഇതിലെ ഏറ്റവും നിർണായകമായ ശാസ്ത്രീയ തെളിവ് അതിലെ വെളുത്ത രക്താണുക്കളാണ്, അതായത് ല്യൂക്കോസൈറ്റുകൾ. നമുക്കറിയാം, ജീവനുള്ളൊരു ശരീരത്തിനു പുറത്ത് ഇവ നിമിഷങ്ങൾക്കകം നശിച്ചുപോകും, അല്ലേ? എന്നാൽ അവിശ്വസനീയമെന്നു പറയട്ടെ, ഈ സാമ്പിളിൽ അവ വളരെ സജീവമായിരുന്നു. അതായത്, ബയോപ്സി ചെയ്യുന്ന ആ നിമിഷത്തിൽ ആ മാംസം പൂർണ്ണമായും ജീവനുള്ളതായിരുന്നു. വെള്ളത്തിനു പുറത്തെടുത്ത ഒരു മത്സ്യം മണിക്കൂറുകൾക്ക് ശേഷവും ജീവനോടെ ഇരിക്കുന്നതുപോലെ ശരീരത്തിനു പുറത്തീ കോശങ്ങൾ സജീവമായിരുന്നത് ശാസ്ത്രത്തെ ശരിക്കും അമ്പരപ്പിച്ചു. ത്തിൽ യാതൊരു മുൻവിധിയുമില്ലാതെ നടന്ന ശാസ്ത്രീയ പരിശോധനകൾ ഒരു സാധാരണ തിരുവോസ്തി ശരിക്കും ജീവനുള്ള മനുഷ്യഹൃദയമാണെന്ന് തെളിയിച്ചത് ആധുനിക ശാസ്ത്രത്തിന് ഇന്നും ഉത്തരം നൽകാനാവാത്ത ഒരു വലിയ അത്ഭുതമായി തന്നെ തുടരുന്നു.